ഹായ് 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 പൂരി പുളിന്നൊക്കെ പേരേ ഉള്ളൂ. അല്ല അത് ഭയങ്കര 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 ഇതുണ്ടാവും എന്റെ കൺമഷിയാ. ഹായ് ഗൈസ്, വേർ ആർ യു? എവിടെ പോയല്ലോ? ഹലോ ഗൈസ്, ജേ ഈ മഴ ഒരു മഴ അല്ലോല മഴ എന്താണെങ്കിലും ആ സാധനം നിപ്പില്ലാണ്ട് പെയ്തുകൊടുക്കുക മോളോ. അതിന് അല്ല വണ്ടിയിൽ ആളുമില്ല. ഞാൻ നാളെ ഇവിടുന്ന് തൊഴിലുറപ്പിന്റെ കുറച്ച് പെണ്ണുങ്ങളെ കയറ്റി വിടുന്നുണ്ട്. തൊഴിലുറപ്പിന് കുറച്ച് പെണ്ണുങ്ങളെ കയറ്റി വിടുന്നുണ്ട്. ഹായ് എന്നെ കാണുന്നില്ല. പകുതി കണ്ടാ മതി. ഗൗതം സിറ്റി, ഗൗതം നല്ലല്ലേ? ഗോതം പൊടിച്ചോ എന്തോ. ആരുമില്ല, ഭക്തരായിട്ട് ആരുമില്ല. വന്ന് വരണ്ടേ എല്ലാരും ഇത് നോക്കി. 11 നാളുണ്ട്. ഹായ് വന്നു, ഹായ് വന്നു, ഹായ് വന്നു, വീണ്ടും ഹായില് ലൈക്ക് വന്നു. ഓക്കെ, താങ്ക് യു. എല്ലായിടത്തും മഴ ഉണ്ടോ? ഹലോ ആരാ? ഉസ്മാൻ KP ഹായ്. തല്ല് തന്നു. ആരിഫ് ഷെറീൻ ഹലോ ഹായ്. ഹലോ, ഞാനെവിടെ? ഇല്ല, ഇതാകുമ്പോ രണ്ടാളെയും കാണും. എനിക്ക് വായിക്കാൻ കിട്ടൂല, അത്ര ലോങ് കിട്ടൂല. ഉസ്മാൻ ഹായ്. എറണേട്ടാ ഉസ്മാൻ KP എറണേട്ടാന്നും വിളിക്കാനുള്ള പ്രായമൊന്നും എനിക്ക് ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ ഒരു ഇത് പറയണ്ട. എവിടെ മഴ അമ്മോ ഉണ്ടോന്നോ? എനിക്ക് തോന്നേ രാവിലെ തുറന്നിട്ടിട്ട് ഓഫാക്കാൻ മറന്നുപോയെന്ന് തോന്നുന്നു. അമ്മാതിരി പേല. ഹായ് ഉണ്ട്. ഹായ് മഴ ഉണ്ടറാ. നല്ല മഴ പെയ്യുന്നത്. കാരണം ഇന്ന് രാവിലെ തുടങ്ങി. ഞാൻ രാവിലെ ഇവിടുന്ന് ഭാഗ്യത്തിന് എൻ്റെ ഒരു കമ്പനിക്കാരെ ടൗണിൽ നിന്ന് ഇങ്ങോട്ട് വണ്ടി കൊണ്ടുവരാൻ കൊണ്ടാണ് ഞാൻ ഉള്ളിലിരുന്ന് എടുക്കാൻ വിചാരിച്ചത്. അല്ലെങ്കിൽ ഞാൻ ആ വണ്ടി എടുക്കൂല. കാരണം ഇവിടുന്ന് ഇറങ്ങി ആദ്യം ഒരു പോക്ക് പോയി തൊപ്പി എടുക്കാൻ മറന്നവർ തിരിച്ച് വന്നു. രണ്ടാമത്തെ പോക്ക് പോയി ഏകദേശം കുറുവങ്ങാട് എത്തിയതിനു ശേഷമാണ് ഇവിടെ ഉള്ള ഒരാൾക്ക് പയമ്പൊരി വേണമെന്ന് പറഞ്ഞിട്ട് രണ്ടാമതും തിരിച്ച് വന്ന് പപ്പങ്ങാട് എത്തിയപ്പോഴേക്കും അവിടെ ഒടുക്കത്തെ മഴ അവിടെ കയറി നിന്ന്. ആ ആളാണ് ഇയാൾ. അങ്ങനെ എല്ലാം കൂടി കുടിയും പോയി. ഡു യു ലൈക്ക് ദിസ് സോങ് ഫ്രം ദിൽസജിയ? ചലെ ജാഞ്ചലെ മൂഞ്ചല് മൂഞ്ചിക്കല് ജാനോല ജാഞ്ചല്. റാഷിദ്, നീ എവിടെ? നാട്ടിലാരും? കൊയിലാണ്ടി. അയ്യോ ഒരു മിനിറ്റ്. ഉസ്മാൻ KP ഞാനായിരുന്നു. എന്താ വേടങ്ങാടിയിൽ നിന്ന് മരനാട്ടാ വിളിച്ചത്. വൈദ്യരങ്ങാടി മരനാട്ടാണ് വിളിച്ചത്. ഏതോ ഒരു ബസ്സിലെ കണ്ടക്ടർ എന്തോ വിളിച്ചു. ഓക്കെ, എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഹായ്. ഓക്കെ, അവർ വോയിസ് സെക്സി ഫീൽസ് ഷാർക്കനോ സദ്യാസോൻ. ഹായ് ജസ്ന, സുഖമാണോ? സുഖമാണ്. എസ് വന്നെന്ന് പറഞ്ഞല്ലോ. എസ്സോ വന്നിട്ടില്ല, വരുന്നേ ഉള്ളൂ. ഷോർട്ട് വീഡിയോ ഇട്ടൂടെ? ഷോർട്ട് വീഡിയോ ഇവിടെ ഇട്ട ആൾക്കാർക്ക് എന്നെ മറ്റേ നിക്കപ്പോർന്നില്ല. എന്തൊക്കെ താഴോട്ടാക്കുക. CJX ഹായ് ചേട്ടാ. ഹായ് ബ്രോ. CJX സൈനുദ്ദീൻ, എൻ്റെ മുത്തിന് ശരിക്കും ഒന്ന് കാണിക്കൂ. ആരാണ്? ഏത് മുത്ത? ഹായ്. ഞാനാ? ഹായ്. അയ്യോ വേണ്ടായിരുന്നു. വിനോദേട്ടൻ ഹായ്. മൈൻ ആർ യു കപ്പിൾസ്?
അല്ല ഏട്ടാ, ഏട്ടൻ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നില്ലേ വീഡിയോ കാണുന്നതെന്ന് തോന്നുന്നു. എനിക്ക് ഒരു ഡൗട്ടേ. പിന്നെ ഉസ്മാൻ എറണാട്ടൻ വണ്ടിയിൽ പോകുമ്പോൾ ഞാൻ ഉസ്മാൻ KPയുടെ എന്താ ബാക്കി മുന്നോട്ട് പിന്നെ ഉസ്മാൻ KPയുടെ മകളാണ്. ഓക്കെ, എവിടുന്നോ കണ്ടിട്ടുണ്ടോ എന്തോ എനിക്ക് ഓർമ്മയില്ല. മഴ ഉണ്ടോ? മഴ ഉണ്ടെന്ന് പറഞ്ഞാൽ മഴ പൊടിക്കുക. ഫുഡ് കഴിച്ച് മഴ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു, ഞാൻ നേരത്തെ പറഞ്ഞേ ഇത് തുറന്നിട്ടിട്ടേ പൂട്ടാൻ മറന്നു തോന്നുന്നത്. നല്ല മഴയാണ് എല്ലാവരോടും. CJX നല്ല മഴയുണ്ട്. സനു ബ്ലോഗ്സ് ഹായ് ചേട്ടാ. ഹായ് സോനു. ജയ് ശ്രീകൃഷ്ണ. രാധേ രാധേ. ഓക്കെ നാസിർക്ക ഹായ്. തുമ്പി ബ്ലോഗ്സ് പോയി കിടന്ന് ഉറങ്ങിക്കോ മോളെ. ഹായ്. ഒരു മിനിറ്റേ, അതാരാണ് ഇത്ര പോണ്ട, താഴ്ത്തടിച്ചു മതി. തുമ്പിയെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ തുമ്പിക്ക് പോയി കിടങ്ങാറായില്ലേ? മോള് പോയി കിടന്നുറങ്ങൂ. ഞങ്ങൾക്ക് ഉറക്കല്ലാത്ത കുറെ കമ്പനിക്കാരുണ്ട് ഇവിടെ. ഉറങ്ങാൻ പോയി വീണ്ടും വന്നു. ഇനി എനിക്കൊരു ഡൗട്ട് ഇല്ലായ്മ ഇല്ല. അതില്ല ഇതിൽ ഞാൻ ആരെയും വായിക്കാണ്ട് താഴോട്ട് പോവാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ അകത്തോട് പ്രേമിക്കുന്നവരുണ്ടോ? അല്ല, പോയി കിടന്ന് ഉറങ്ങിക്കൂടെ എന്ന് ഒരുത്തൻ ചോദിക്കുമ്പോൾ ഞാൻ പോയി കിടന്ന് ഉറങ്ങിയതായെന്ന് വേറൊരാൾ പറയുമ്പോൾ അത് ഡൗട്ട് ചോദിച്ചാട്ടോ, ചുമ്മാ പറഞ്ഞ അങ്ങനെയും വരാലോ. പ്രണയിക്കാനുള്ള ദൂതന്മാരായിട്ട് ഞാൻ ഉദാഹരണം പറഞ്ഞ, ഇപ്പൊ ഞാൻ എസ്മോളെ കൂടിക്കോ. ഇപ്പൊ രാത്രി ഞാൻ വിളിക്കാം എസ്മോളെ ഒരു കാര്യം ചെയ്യ്, രാത്രി അരുണിൻ്റെയും ജസ്റ്റിൻ്റെയും യൂട്യൂബ് ഉണ്ടാവും, ലൈവ് ഉണ്ടാവും, അതിൽ വന്നിട്ട് നമുക്ക് മെസ്സേജ് അയക്കാതെ. അപ്പോൾ നമ്മളിത് വായിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഓരോന്താക്കും, പറയാൻ പറ്റുമോ? പറ്റൂല. ഭരത് ഈ ഭരത്തെ നിന്റെ ഫാമിലിനെ പറ്റി ഇങ്ങനെ പറയലടാ, മോശമാണ്. ഞാൻ പിന്നെ സംസാരിക്കാം കേട്ടോ. ഹായ് കേട്ടോ, പുതിയ അബൂസ്. ഇതാണോ പ്രേമം? ഓക്കെ, സത്യം സുഖമാണോ? സന്തോഷം, സുഖം, എല്ലാവർക്കും സന്തോഷം. ഭരത്, എടാ നിന്റെ അമ്മേനെ പറ്റി ഇങ്ങനെ പറയല്ല ഭരത്തെ. എന്താണ് ഭരത്തെ, മോശമാണ്. സ്വന്തം അമ്മേനെ ഇങ്ങനെ തോന്നിയ പറയല്ല. നസീം ജിസ്നത്തായേ ഹായ് ഹായ് കത്തി. അഞ്ജന ശിബിൻ ഹായ്. ലിയാൻ സാബിറ ലത്തീഫ് ഹലോ, സുഖമാണോ? സുഖാജി. പ്രിൻസ് പ്രകാശ് ഹലോ, ഹായ് പ്രിൻസ് ചേട്ടാ. സുധി സാബു ഹായ്. സന്ധ്യ റാണി അംറോജ് ഹായ് 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 ഹായ്. കണ്ണൻ ക്ഷീണത്തിലാ. നിന്റെ ഉമ്മാനെ പറ്റി നീ പറയുമ്പല്ലേ ഭരത്തെ അങ്ങനെ പറയുന്നേ. ഇനിയിപ്പോൾ എൻ്റെ അമ്മയാണെങ്കിൽ കേട്ടോ ഭരത്തെ. കോഴിക്കോട് നാടിൻ്റെ മധുതൻ മധുരൻ തന്നെ. ഹോയ് മെല്ലയക്കും എല്ലാം കൂടി ഒരുമിച്ച് വായിക്കാനുള്ളത് കപ്പാസിറ്റി ഇല്ലേ. കാരണം ഒന്നാമത് വണ്ടി ഓടിച്ച് ക്ഷീണിച്ച് വരിക. ഹായ് വെടിവെപ്പുകാരൻ. ഞാൻ മറ്റേ എന്താ പറയാ പുലിനെ ഇതിനൊന്നും വേട്ടാണ പോവല്ലോ. അപ്പൊ എന്താ ആരാണ് അയച്ചത്? വെടിവെപ്പ് വീരൻ ആരാണ് അയച്ച്? ഹായ് 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 എന്ന് മറ്റേ മെസ്സേജ് കണ്ടാൽ തന്നെ അറിയാം ഫേക്കാന്ന്. ഇത് പറയാ മുസ്രീബൻ ഹായ് ഡിയർ, സുഖമാണോ? എവിടെയാ? മഴയുണ്ടോ? മഴയുണ്ട്. മുഹമ്മദ് ഖാൻ കളിച്ച് ക്ഷീണിച്ചതാവും. മുഹമ്മദ് ഖാന്റെ ഉമ്മാനെ ഞാൻ കളിച്ചിപ്പോ ക്ഷീണിച്ച് കുത്തിരിക്കുകയാണ്. ഇനി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മുഹമ്മദ് ഖാന്റെ ഉമ്മാന്റെ സന്ധ്യ ആയിഷ റാഷി ഹായ് ഡിയേഴ്സ്. ഫുഡ് കഴിച്ചോ എന്ന് പ്രതിഭേട്ടൻ ഹായ് 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 പ്രതിഭേട്ട കൊല്ലത്ത. മനോജ് ഹായ് ജസി ബോക്സ് ഹിന്ദു സപ്പോർട്ട് യു. രഞ്ജിത്ത് സുഖമാണോ? മുഹമ്മദ് ഖാൻ അരുൺ മുഹമ്മദ് ഖാൻ ഇല്ലടാ എൻ്റെ മോളെനിക്ക് വേണ്ടടാ, ഉമ്മാനെ മതി. ഉമ്മ അടിപൊളി. കാരണം നേരത്തെ മുഹമ്മദ് ഖാന്റെ ഉമ്മാനെ കഴിഞ്ഞതിന് ശേഷം ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു.
കേട്ടോ മുഹമ്മദ് ഖാൻ. ഞാനില്ലേ ഞാൻ താഴോട്ട് അടിക്കാട്ടോ, കുറേ അങ്ങോട്ട് എത്തിപ്പോയിന്ന് തോന്നുന്നു. അപ്പോൾ ജിമീസ് തെരുത്താത്ത ഇപ്പോൾ പിന്നെ മുസ്ലിമായി ഇനി അടുത്ത എന്തൊക്കെയോ ഉണ്ടെന്ന് ഓരോരുത്തർ പറയുന്നു. ബോക്സ് ഭരത് നിൻ്റെ ഉമ്മ പൊളിയാ. എനിക്ക് ഉമ്മ അല്ല മൈര. ഭരത്തെ നീ തന്തയ്ക്ക് പറഞ്ഞാണെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വിളിക്കടാ. അതാ അന്തസ്സുള്ളവർ ചെയ്യാം കേട്ടോ. മുഹമ്മദ് ഖാൻ. ഓ എടാ മുഹമ്മദ് ഖാൻ എൻ്റെ ഉമ്മ പോയി. ഞാൻ ഇങ്ങനെ പറയണ്ട, എൻ്റെ ഉമ്മ മേടിച്ച് പോയി എനിക്ക് പറയണ്ട. എൻ്റെ ഉമ്മനെ ഞാൻ പറഞ്ഞേച്ച് കേട്ടോ. കഴിഞ്ഞപ്പോൾ വേഗം പോകണമെന്ന് പറഞ്ഞു. മുഹമ്മദ് വരൂ ഓന് പോകണമെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ഉമ്മാനെ പറഞ്ഞയച്ചതാ. എന്താ എന്താ എടുത്ത് എൻ്റെ മുഹമ്മദ് ഖാനെ ഇനിയൊക്കെ അണ്ടിക്ക് ഉറപ്പില്ല തന്തയ്ക്ക് ഉണ്ടായിപ്പോയല്ലോ മക്കളെ. ഭരതു ഭരത്തെ ഞാൻ എൻ്റെ പെങ്ങളെ ഞാൻ അങ്ങനെ കൊടുക്കാറില്ലടാ. അവളങ്ങനെ പോവല്ല. കാരണം ഭരത്തിൻ്റെ അമ്മയും അച്ഛനും പെങ്ങളും എൻ്റെ ഭാര്യയൊക്കെ പോകുന്ന കാര്യം അവൾ പോവല്ലടാ കേട്ടോ. ഏനു ഭരത് ആ നിൻ്റെ അച്ഛനും ഞാനും ഒരുപാട് പ്രാവശ്യം പോയിക്ക് ഭരത്തെ. പെങ്ങളെ ഫൈസ് കണ്ണനെ വിറ്റു. ഓ നിങ്ങളൊക്കെ മറ്റേ ഇതിന് വന്നായിക്കൂലേ. ഞാൻ ഒന്ന് പറഞ്ഞുതരാ, തന്തയ്ക്കും തള്ളയ്ക്കും പെറുക്കാത്ത ആൾക്കാർ തോന്നിയാസം പറയും. ഞാൻ അതിനെന്താക്കും, ഞാൻ അസൽ തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടായതിനെ കൊണ്ട് ഞാൻ തിരിച്ച് മറ്റേത് പറയും. ഈ മുഹമ്മദ് ഖാൻ്റെ ഉമ്മയെ ഞാനായിട്ട് ഭയങ്കര പ്രേമത്തിലായിരുന്നു. അങ്ങനെ ആ മുഹമ്മദ് ഖാൻ്റെ ഉമ്മാനെ ഞാനാണ് കുറേ ആൾക്കാർക്ക് ഏജൻറ്റുമായി കുറേ ആൾക്കാർക്ക് കൊണ്ടു കൊടുക്കരുത്. എന്താ ചെയ്യാന്നറിയോ, ഈ മുഹമ്മദ് ഖാനും ഭരത്ത് എന്ന് വെച്ചാൽ ഓൻ്റെ അമ്മേനെ വരെ താക്കോണ്ട് നിന്ന് പൈസ ഇതാക്കിയതിന് ശേഷം അമ്മ പറഞ്ഞ മോനെ നമുക്ക് ഇതൊരു തൊഴിലാക്കിയാലോന്ന്. അങ്ങനെ ഭരത്ത് ഓൻ്റെ അമ്മ ഇവർ രണ്ടാളും ഒരു ലോഡ്ജൊക്കെ എടുത്തിട്ട് അവിടെയാണ് പോകും. ഭരത്തിന് എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ, അതുകൊണ്ടാട്ടോ പറഞ്ഞത്. ഭരത്തിൻ്റെ ഫോട്ടോ ഒക്കെ വേണമെങ്കിൽ ഞാൻ എടുത്ത് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. എൻ്റെ അമ്മേൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരുന്നുണ്ട്, കിട്ടിയിട്ടുണ്ട്. എനിക്കറിയുന്ന അത്ര അടുത്തൊരു സുഹൃത്താണ്. അവൻ്റെ അമ്മേനെ ആദ്യം കളിച്ച് അവസാനം എല്ലാം കൂടി അവൻ എന്താക്കി അവൻ്റെ അമ്മ പറഞ്ഞു അവനോട്, ഭരത്തിൻ്റെ അമ്മ പറഞ്ഞു അവനോട് ഇതുമ്പൊക്കെ ഒരു തൊഴിലാക്കിയാലോ എന്ന്. ഇപ്പോൾ ഒരു ഭയങ്കര ലോഡ്ജിനും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കല. സത്യം ഞാൻ കാര്യം പറഞ്ഞ ഭരത്തിൻ്റെ അമ്മ ഇപ്പോൾ കൊടുക്കാൻ പോല ഞാൻ കണ്ടിക്കല എനിക്കറിഞ്ഞൂടെ. അപ്പം അങ്ങനെയാണ്. ഹായ് എടാ ഹായ് പോടാ ചെറുമാ. നിന്നോടാണോ പറഞ്ഞ ആരോടാണോ പറഞ്ഞ എനിക്ക് ഓർമ്മല്ല. ഞാൻ ജാതി പറഞ്ഞാൽ പൊന്നും മോനെ അത് വലിയ ഇഷ്യൂ ആട്ടോ. ജാതി പറയാൻ എവിടെ പോയാലും കേസ് എടുക്കും. സോഷ്യൽ മീഡിയയിൽ നിന്നല്ല. എടാ ഭരത്തെ നീ ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിൽ നീ ആലോചിച്ച് നോക്കി, സ്വന്തം അമ്മേനെങ്കിൽ പണിയെടുത്തിട്ട് ഇപ്പൊ ആ അമ്മേനെയും കൊണ്ടെങ്കിൽ ലോഡ്ജ് കയറി ഇറങ്ങലല്ലേ കണ്ടവർക്ക് വേണ്ടിയിട്ട്. അവനവൻ്റെ അമ്മനെ പറഞ്ഞിട്ട് എന്തിനാ മക്കളെ ഇങ്ങനെ. ഞാൻ ഓൻ്റെ അമ്മേനെ പറഞ്ഞിട്ട് ഓനൊന്നും പറയാനില്ല, കാരണം ആ സത്യമാണ്. ഈ ഭരത്തിൻ്റെ അമ്മേൻ്റെ ഫോട്ടോ ഓൻ്റെ ഫോട്ടോ ഞാൻ അയച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അടുത്ത വീഡിയോ നമുക്ക് എന്തായാലും കാണാം. ഭരത്തിൻ്റെ അമ്മയും ഓനും എല്ലാവരെയും ഫോട്ടോ ഞാൻ കാണിച്ചു തന്നിട്ട് ഇപ്പോൾ ഓനെ അമ്മേനെ കൊണ്ടുനടക്കലാണ് പണി. ശിവ സൈദി ഗോഡ്സ് ഓൺ കൺട്രി ഹലോ, എത്ര നേരമായി മെസ്സേജ് ഇട്ടിട്ട്. ഞാൻ സോറി കേട്ടോ, അതിനിടയ്ക്ക് ഒരു തന്തയ്ക്ക് വെറുക്കാത്ത ഉണ്ടായിരുന്നു. ഭരത്ത് വന്നിക്കാം ഓൻ്റെ ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു. ഓൻ്റെ അമ്മേനെ എനിക്ക് വേണം തരണം എന്നിങ്ങനെ വാശി പിടിച്ച് നടക്കുക. എന്താക്കാനാ, ഈ ഭരത്ത് എന്ന് പറഞ്ഞ ചങ്ങായും ഓൻ്റെ അമ്മയും തമ്മിൽ ഭയങ്കര ഇതിലായിരുന്നു. ഇപ്പോൾ ഓരെല്ലാം കൂടി എന്തായി, സ്വന്തമായിട്ടൊരു ഏജൻ്റായിട്ട് തുടങ്ങിയതാ. അച്ഛനാണ് പൈസ വാങ്ങുന്നത്, ഭരത്ത് ആളെ സെറ്റാക്കി കൊടുക്കുന്നത്, അമ്മ സംഭവം നടത്തി കൊടുക്കുന്നത്, പെങ്ങളാണ് കവറും കാര്യങ്ങളൊക്കെ വാങ്ങി കൊടുക്കുന്നത്. മതി വിട്ടേ, ആ വായിക്കണ്ടേ. അപ്പം എല്ലാവരോടും ഒരു കാര്യം പറയാൻ എന്താ വെച്ചാൽ, അല്ല മെസ്സേജ് മൈൻഡിലായിട്ടല്ലോ. ഞാൻ എന്താ പറയുക, ഒന്നാമത് ടയേർഡായിട്ട് വന്നത്, വണ്ടി ഓടിച്ചെല്ലാം കൂടി. നീ കണ്ടക്ടർ അല്ലേ? ഇന്ന് ഡ്രൈവറാ. ഭരത് നിനക്ക് നല്ല ഇടി കിട്ടും, ഇനി ഒരു ചുക്കും ചെയ്യൂല. അതായത് നീ താഴത്തൊരു രോമം പോലും പറിക്കൂല കേട്ടോ മൈര. എന്തിനാ അപ്പൊ ഗൈസ് ഞാനൊരു കാര്യം പറയാന്ന് വെച്ചാൽ, ഇപ്പോൾ ഒന്നാമത്
അത്ര ഉണ്ടായിരുന്നു. നാളെ രാവിലെ പുറച്ച ഒരു ഓട്ടവും പോകാണ്ട് തിരുനാവായ. അപ്പോൾ മെല്ലെ ഞങ്ങൾ അല്ല അതിൻ്റെ അടുത്ത് റൂട്ടാണത്, അവിടെയാണ് നാളെ പോകാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മെല്ലെ വൈൻഡപ്പാക്കാണ്. കാരണം ഒന്നാമത് ഇവിടെ ഇസ്മോള് നല്ല തലവേനായിട്ട് കിടന്നാണ് ഗുളികയൊക്കെ കുടിച്ചിട്ട്. ഇപ്പം ഞാൻ വന്നിട്ട് എന്നെ കാണുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ലൈവിൽ വന്നത്. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പോയിട്ട് പഴംപൊരിയും പീടിയിലത്തെ ചായയും ഒന്നും വാങ്ങിക്കൊടുക്കില്ല, ഞാൻ കിടന്നു ഉറങ്ങും. അതുകൊണ്ട് ഞാൻ ഉറങ്ങാൻ പോവാണ്. ബൈ ബൈ. ടാറ്റ പറയും. പറഞ്ഞ കേട്ടാ ടാറ്റ പറഞ്ഞോ.